നമ്മുടെ നാട്ടിൽ ഒരു കുറ്റകൃത്യം നടക്കാൻ നിസ്സാര കാരണം മതി, വലിയ വലിയ കാരണങ്ങളൊന്നും വേണ്ട. അത് തെളിയിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പട്ടി കുരച്ചെന്ന കാരണം പറഞ്ഞു യുവതിയെ വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന് പരാതി. വൈക്കം പനമ്പുകാട് സ്വദേശിനി പ്രജിത ജോഷിക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസിയായ കൈലാസൻ, മകൻ ഹരികൃഷ്ണൻ എന്നിവർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതിയുള്ളത്. ആ പ്രജിതയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി അപ്പുറത്തെ വീട്ടിലെ ഒരു കല്യാണം വിളിക്കാൻ വന്ന ആൾ വന്നപ്പോൾ കുരച്ചു വന്നു. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നപ്പോഴും കുരച്ചു. അത് പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൈലാസൻ എന്ന് പറയുന്ന ആൾ വന്ന് പട്ടീനെ പൂട്ടിയിടണം. ഞാൻ പറഞ്ഞു പട്ടീനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, പട്ടി നിറക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പോൾ അവരുടെ മകൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിന് ഒരു 10-20 മിനിറ്റിന് ശേഷം അവരുടെ മകൻ വന്ന് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമായിരുന്നു. എന്നിട്ട് എന്നെ പിടിച്ച് തല്ലിയും എൻ്റെ കവിളത്തടിക്കുകയും എൻ്റെ കഴുത്തെ പിടിച്ച് നിൽക്കി മുടിക്ക് കുത്തിപ്പിടിച്ച് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം തന്നെ അവരുടെ അച്ഛനും കൈലാസം എന്ന് പറയുന്ന ആളും എൻ്റെ മുഖത്തടിക്കുകയും എൻ്റെ കർണക്കുറ്റിയും തലക്കൊക്കെ അടിക്കുകയും ചെയ്തു. ഷിനോജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഷിനോജെ, പട്ടിയായാൽ കുരയ്ക്കുമെന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ പട്ടി കുരച്ചതിന് ഇത്രയും അധികം ഈ സ്ത്രീ പറയുന്നത് പോലുള്ള അതിക്രമങ്ങളൊക്കെ കാണിക്കുക, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇവർ തമ്മിൽ മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അനശ്വര, പട്ടിയാണ് കുരയ്ക്കുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇപ്പുറത്തെ വീട്ടിലെ അന്ന് പട്ടി കുരയ്ക്കുന്നതൊക്കെ തന്നെ സ്വാഭാവികമാണ്. അത്തരത്തിലൊരു പട്ടി കുരച്ചതാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രശ്നത്തിലേക്കും കേസിലേക്കും ഒക്കെ തന്നെ പോയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രജിതയുടെ വീട്ടിലെ നായ ഈ കുരയ്ക്കുന്ന ശബ്ദം തങ്ങൾക്ക് അരോചകമാണെന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഈ ഹരികൃഷ്ണനും ഇയാളുടെ അച്ഛനായിട്ടുള്ള കൈലാസനും കൂടി ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഈ പ്രജിത ജോഷിയെ, ഈ പ്രതികരണത്തിൽ കേട്ടതുപോലെ പ്രജിത ജോഷിയെ മർദ്ദിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രജിത ജോഷി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിലവിലൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ശരി, ഷിനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. നായ കുരച്ചെന്ന പേരിലാണ്, നിസ്സാര കാരണത്തിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേട്ടത്.